വെൽക്കം ബാക്ക് ടു ആരംഭിളി കിച്ചൻ. ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു ഇടവേളയ്ക്ക് ശേഷം വരികയാണ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കൊഴുവ ഫ്രൈ ആണ്. അപ്പം നല്ല വലുപ്പത്തിലുള്ള കൊഴുവ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിത് ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഒരു 1/2 കിലോ കൊഴുവയാണത്. ഇനി നമുക്കിത് എളുപ്പത്തിൽ എങ്ങനെയാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമുക്ക് ഈ കൊഴുവയിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കാരണം എന്താ പറയുക, കളറ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 1/4 സ്പൂണ് ഗരം മസാല. ഇനി അതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി 1 സ്പൂണ്, ഒന്നല്ല 1.5 സ്പൂണ് മുളക് പൊടി. അധികം എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ എടുത്തിരിക്കുന്നത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്. ഇനി ചെറുനാരങ്ങ, ഒരു ചെറുനാരങ്ങയുടെ നീര് അതിലേക്ക് ഒഴിക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ. ഇനി അതിലേക്ക് നമ്മൾ മെയിൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി അതിലേക്ക് കോൺഫ്ലവർ, അതായത് ഒരു 1/2 സ്പൂണ് ഇട്ടാൽ മതി. നമ്മുടെ മീനനുസരിച്ചിട്ട് കോൺഫ്ലവർ പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതൊക്കെ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനുകൾ തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇതിൽ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് വരാം. അപ്പോൾ ഞാനിതാ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി വേപ്പിൻ്റെ ഇല ഇടുകയാണ് ആദ്യമായിട്ട്. അപ്പോൾ നമുക്കത് പൊടിയാതെ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട്, ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്, ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് പാകമാകുമ്പോൾ അത് മറിച്ചിടുക. അതിനുശേഷം അത് കോരിയെടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാതും ഞാൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കൊഴുവ ഫ്രൈ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.